ഹായ് എവരി വൺ, വെൽക്കം ടു അവർ ന്യൂ വീഡിയോ. ഇന്നത്തെ വീഡിയോ ഇംഗ്ലീഷ് സംസാരിക്കുമ്പോൾ വുഡ് എവിടെയൊക്കെയാണ്, ഏതൊക്കെ സാഹചര്യത്തിലാണ് ഉപയോഗിക്കേണ്ടത് എന്നതാണ്. പാർട്ട് 1 വീഡിയോ ആണ് ഇന്ന് കാണാൻ പോകുന്നത്. വുഡ് ഉപയോഗിച്ച് എവിടെയൊക്കെയാണ് ക്വസ്റ്റ്യൻ ചോദിക്കേണ്ടത് എന്നുള്ള ഡീറ്റെയിൽ വീഡിയോ പാർട്ട് 2 അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പം നമുക്ക് വീഡിയോ കാണുന്നതിനോടൊപ്പം തന്നെ പതിവ് പോലെ പ്രാക്ടീസും ചെയ്യാം. ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. ഫസ്റ്റ് സിറ്റുവേഷൻ, വിഷ്. നടക്കാത്തൊരാഗ്രഹത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ വുഡ് ഉപയോഗിച്ച് സംസാരിക്കാം. ഐ വിഷ്, ഞാൻ ആഗ്രഹിക്കുന്നു. യു വുഡ് സ്റ്റേ ഹിയർ ടുനൈറ്റ്, ഇന്ന് രാത്രി നീ ഇവിടെ താമസിക്കണമെന്ന്. ഐ വിഷ്, ഞാൻ ആഗ്രഹിക്കുന്നു. യു വുഡ് സ്റ്റേ ഹിയർ ടുനൈറ്റ്, യു വുഡ് സ്റ്റേ ഹിയർ ടുനൈറ്റ്. വീട്ടിലിപ്പോൾ ഫ്രണ്ട്സ് ഗസ്റ്റായിട്ട് വരുമ്പോൾ ഇന്ന് തന്നെ പോകണമെന്ന് പറയുമ്പോൾ അത് അവരുടെ ഇഷ്ടമാണ്. പക്ഷെ നമ്മുടെ ആഗ്രഹം പറയാറില്ലേ, നീ ഇന്ന് രാത്രി ഇവിടെ താമസിക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം എന്ന് പറയാറില്ലേ. അപ്പോൾ നമുക്ക് ഇങ്ങനെ പറയാം, ഐ വിഷ് യു വുഡ് സ്റ്റേ ഹിയർ ടുനൈറ്റ്. ഐ വിഷ് ഇറ്റ് വുഡ് റെയിൻ. നല്ല വേനൽക്കാലത്ത് നമ്മൾ ആഗ്രഹിക്കാറുണ്ട് ഒന്ന് മഴ പെയ്തിരുന്നെങ്കിൽ എന്ന്. സോ ആ ഒരു സിറ്റുവേഷൻ ഇങ്ങനെ പറയാം, ഐ വിഷ് ഇറ്റ് വുഡ് റെയിൻ. ഇപ്പോൾ മഴ പെയ്തിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇങ്ങനെ നടക്കാൻ സാധ്യതയില്ലാത്ത കാര്യങ്ങൾ നടന്നിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുമ്പോൾ വുഡ് ഉപയോഗിച്ച് പറയാം. നമ്പർ 2, ഹാബിറ്റ് ഇൻ ദ പാസ്റ്റ്. പാസ്റ്റിൽ ഒരു കാര്യം ചെയ്യാറുള്ള ഒരു ശീലം എനിക്കുണ്ടായിരുന്നു എന്ന് പറയുന്നിടത്ത് വുഡ് ഉപയോഗിച്ച് പറയാം. എവറി സൺഡേ ഹി വുഡ് ഗോ ഓൺ എ ലോങ് ബൈക്ക് റൈഡ്. എല്ലാ ഞായറാഴ്ചയും അവൻ കുറേ ദൂരം ബൈക്ക് റൈഡ് ചെയ്യുമായിരുന്നു. മുമ്പ് ചെയ്യുന്നൊരു ശീലം, പക്ഷെ ഇപ്പോൾ അതില്ല. ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ വുഡ് ഉപയോഗിച്ച് പറയാം. ഐ വുഡ് ഗോ ടു ദ ലൈബ്രറി എവറി സാറ്റർഡേ. എല്ലാ ശനിയാഴ്ചയും മുമ്പ് ലൈബ്രറി പോകുന്നൊരു ശീലം എനിക്കുണ്ടായിരുന്നു. ഐ വുഡ് ഗോ ടു ദ ലൈബ്രറി എവറി സാറ്റർഡേ. നമ്പർ 3, ടു എക്സ്പ്രസ് യുവർ ഒപ്പീനിയൻ. അതായത് നമ്മുടെ ഒരു അഭിപ്രായം ഓപ്പോസിറ്റ് നിൽക്കുന്ന ഒരു വ്യക്തിയോട് സ്ട്രോങ് ആയിട്ട് നമുക്ക് പറയണം എന്നുണ്ടെങ്കിൽ വുഡ് ഉപയോഗിച്ച് പറയാം. I would say that this business is not good for you. ഞാൻ പറയും, ഈ ബിസിനസ് നിങ്ങൾക്ക് ചേരുന്നതല്ല, നിങ്ങൾക്ക് നല്ലതല്ല എന്ന് ഞാൻ പറയും എന്ന് സ്ട്രോങ് ആയി പറയുന്നിടത്ത് വുഡ് ഉപയോഗിച്ച് പറയാം. പ്ലീസ് റിപ്പീറ്റ്. I would say that this business is not good for you. മറ്റൊരു സെൻറ്റൻസ് കൂടി നോക്കാം. I would say that you should not meet him. ഞാൻ പറയുന്നു നീ അവനെ കാണരുതെന്ന്. എങ്ങനെ പറയാം? I would say that you should not meet him. I would say that you should not meet him. Number 4, indirect speech. അതായത് ഒരാൾ പറഞ്ഞൊരു കാര്യം മറ്റൊരാളോട് പറയുമ്പോൾ അവൾ പറഞ്ഞു എന്ന് ഇൻഡയറക്റ്റ് ആയിട്ട് പറയുമ്പോൾ വുഡ് ഉപയോഗിച്ച് പറയാം. ഫോർ എക്സാമ്പിൾ, മൈ ഫാദർ ടോൾഡ് മീ ദാറ്റ് ഹി വുഡ് വാച്ച് എ മൂവി വിത്ത് മീ. എൻ്റെ കൂടെ ഇരുന്ന് സിനിമ കാണും എന്ന് അച്ഛൻ പറഞ്ഞിട്ടുണ്ട്. മൈ ഫാദർ told me that he would watch a movie with me. ഇതിൻ്റെ ഡയറക്റ്റ് സ്പീച്ച് എങ്ങനെയായിരിക്കും? I will watch a movie with you. ഇവിടെ അച്ഛൻ കൂടെ ഇരുന്ന് മൂവി കാണാം എന്നാണ് പറഞ്ഞിരിക്കുന്നത്, പക്ഷേ കണ്ടിട്ടില്ല. അതിനിടയിൽ മൂന്നാമതൊരാളോട് ഇങ്ങനെ അച്ഛൻ പറഞ്ഞിട്ടുണ്ട് എന്ന് ഇൻഡയറക്റ്റായിട്ട് പറയുകയാണ്. My father told me that he would watch a movie with me. മറ്റൊരു സെൻറ്റൻസ് കാണാം. രാജീവ് സെഡ് ദാറ്റ് ഹീ വുഡ് പേ ഫോർ ദ ഫുഡ്. രാജീവ് പറഞ്ഞിട്ടുണ്ട് ഭക്ഷണം കഴിച്ചതിൻ്റെ ബിൽ പേ ചെയ്യാമെന്ന്. ഇവിടുത്തെ ഒരു സിറ്റുവേഷൻ എന്തായിരിക്കും? ഒരുമിച്ച് സുഹൃത്തുക്കൾ ചെന്ന് ഹോട്ടലിൽ പോയിരുന്ന് ഭക്ഷണം കഴിച്ച ശേഷം അതിൽ 2-3 സുഹൃത്തുക്കൾ ഡോറിന് പുറത്ത് നിൽക്കുകയാണ്. എന്നിട്ട് ചോദിക്കുകയാണ്, നീ ബില്ല് പേ ചെയ്തോ, എങ്കിൽ നമുക്ക് ഇറങ്ങാം. അപ്പോൾ നമ്മൾ പറയാറുണ്ട്, അല്ല രാജീവ് പേ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ ഒരു സിറ്റുവേഷൻ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. രാജീവ് സെഡ് ദാറ്റ് ഹീ വുഡ് പേ ഫോർ ദ ഫുഡ്. ഇനി ഇത് ഡയറക്റ്റ് സ്പീച്ച് ആണെങ്കിൽ എങ്ങനെയാണ് പറയുന്നത്? ഐ വിൽ പേ ഫോർ ദ ഫുഡ്. രാജീവ് നേരിട്ട് പറയുവാണ്, ഞാൻ ഭക്ഷണം കഴിച്ചതിൻ്റെ ബിൽ പേ ചെയ്തോളാം. ഐ വിൽ പേ ഫോർ ദ ഫുഡ് എന്ന് പറയും. ഇൻഡയറക്റ്റ് ആകുമ്പോഴാണ് ഇങ്ങനെ പറയുന്നത്. രാജീവ് സെഡ് ദാറ്റ് ഹീ വുഡ് പേ ഫോർ ദ ഫുഡ്. രാജീവ് പറഞ്ഞിട്ടുണ്ട് ഞാൻ ഫുഡിൻ്റെ ബിൽ കൊടുത്തോളാം എന്ന്. നമ്പർ 5, ഫ്യൂച്ചർ ഇൻ ദ പാസ്റ്റ്. അതായത് ഇങ്ങനെയൊക്കെ ഭാവിയിൽ സംഭവിക്കുമെന്ന് ഞാൻ നേരത്തെ ആലോചിച്ചായിരുന്നു, നേരത്തെ എനിക്ക് അറിയാമായിരുന്നു. ഇങ്ങനെയൊക്കെയുള്ള സിറ്റുവേഷൻ വുഡ് ഉപയോഗിച്ച് പറയാം. ഫോർ എക്സാമ്പിൾ, ഐ തോട്ട്, ഞാൻ കരുതി. ഷീല വുഡ് ഇൻഫോം യു അബൌട്ട് ദാറ്റ്. ഞാൻ കരുതി
ഷീല ഇതേപ്പറ്റി നിന്നോട് പറഞ്ഞിട്ടുണ്ടാവും എന്ന്. ഷീല വുഡ് ഇൻഫോം യു അബൌട്ട് ദാറ്റ്. ഷീല നിന്നോട് ഇത് അറിയിച്ചിട്ടുണ്ടാവും എന്ന്. ഐ ന്യൂ, എനിക്ക് അറിയാമായിരുന്നു. ഷീ വുഡ് നോട്ട് കം, അവൾ വരില്ല എന്ന് എനിക്കറിയാമായിരുന്നു. ഐ ന്യൂ ഷീ വുഡ് നോട്ട് ഓപ്പൺ ദ ഡോർ, അവൾ ഡോർ തുറക്കില്ല എന്ന് എനിക്ക് നേരത്തെ അറിയാമായിരുന്നു. ഐ ന്യൂ ഷീ വുഡ് നോട്ട് ഓപ്പൺ ദ ഡോർ. നമ്പർ 6, ഹൈപ്പോത്തറ്റിക്കൽ സിറ്റുവേഷൻ. നടക്കാൻ സാധ്യതയില്ലാത്തൊരു കാര്യം സങ്കല്പിക്കുമ്പോൾ വുഡ് ഉപയോഗിച്ച് പറയാം. ഇഫ് ഐ വേർ യു ഐ വുഡ് ഹെൽപ്പ് ഹിം. നിന്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ അവനെ സഹായിക്കുമായിരുന്നു. ഇഫ് ഐ വേർ യു ഐ വുഡ് ഹെൽപ്പ് ഹിം. ഇഫ് ഐ വേർ യു ഐ വുഡ് ഹെൽപ്പ് ഹിം. മറ്റൊരു സെൻറ്റൻസ് നോക്കൂ. ഇഫ് ഐ ന്യൂ ഹെർ നെയിം. എനിക്ക് അവളുടെ പേര് അറിയാമായിരുന്നെങ്കിൽ ഐ വുഡ് ടെൽ യു. ഞാൻ പറയുമായിരുന്നു. ഇഫ് ഐ ന്യൂ ഹെർ നെയിം ഐ വുഡ് ടെൽ യു. ഇഫ് ഐ ന്യൂ ഹെർ നെയിം ഐ വുഡ് ടെൽ യു. ഇഫ് യു ഹാഡ് ടോൾഡ് ഹിം ഹി വുഡ് നോട്ട് ഹാവ് ഗോൺ. നീ അവനോട് പറഞ്ഞിരുന്നെങ്കിൽ അവൻ പോകില്ലായിരുന്നു. ഇഫ് യു ഹാഡ് ടോൾഡ് ഹിം ഹി വുഡ് നോട്ട് ഹാവ് ഗോൺ. ഇഫ് യു ഹാഡ് ടോൾഡ് ഹിം ഹി വുഡിൻറ്റ് ഹാവ് ഗോൺ. നമ്പർ 7, ഡിസൈർ ആൻഡ് ഓഫർ. ഡിസൈർ എന്നതിൻ്റെ അർത്ഥം കൂടുതലായി നടക്കാൻ സാധ്യതയുള്ള ഒരു കാര്യത്തെക്കുറിച്ച് ആഗ്രഹിക്കുന്നതിനെയാണ് ഡിസൈർ എന്ന് പറയുന്നത്. ഐ വുഡ് ലൈക്ക് ടു സ്റ്റേ ഹിയർ. ഞാനിവിടെ താമസിക്കാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ ഇത് നടക്കാൻ സാധ്യതയുള്ളൊരു കാര്യമാണ്. ഐ വുഡ് ലൈക്ക് ടു ഹാവ് സം കോഫി. ഞാൻ കോഫി കുടിക്കാൻ ആഗ്രഹിക്കുന്നു. നെക്സ്റ്റ്, ഒരാൾക്കൊരു ഓഫർ കൊടുക്കുകയാണെങ്കിലും വുഡ് ഉപയോഗിച്ച് പറയാം. ഐ വുഡ് ലൈക്ക് ടു ഇൻവൈറ്റ് യു ടു ഡിന്നർ. ഡിന്നറിന് നിന്നെ കൂടി ഇൻവൈറ്റ് ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഐ വുഡ് ലൈക്ക് ടു ഇൻവൈറ്റ് യു ടു ഡിന്നർ. നമ്പർ 8, പ്രിഫർ. ഒരു കാര്യം കൂടുതലായിട്ട് ഒന്നിനേക്കാൾ ആഗ്രഹിക്കുകയാണെങ്കിൽ വുഡ് ഉപയോഗിച്ച് പറയാം. ഐ വുഡ് റാദർ ഹാവ് സം കോഫി ദാൻ ടീ. ചായയേക്കാൾ ഞാൻ കോഫി കുടിക്കാനാണ് ആഗ്രഹിക്കുന്നത്. I would rather have some coffee than tea. I would rather stay home than go out. വീട്ടിൽ നിന്ന് പുറത്ത് പോകുന്നതിനേക്കാൾ എനിക്കിഷ്ടം വീട്ടിൽ തന്നെ ഇരിക്കാനാണ്. I would rather stay home than go out. I would rather stay home than go out. ഉപയോഗിക്കാവുന്ന മറ്റൊരു സിറ്റുവേഷൻ. നമ്പർ 9, refusal. ഒരു കാര്യം നമ്മൾ ചെയ്യുമ്പോൾ അതവിടെ നിരസിക്കപ്പെടുകയാണെങ്കിൽ refused എന്നതിന് പകരം വുഡിൻറ്റ് ഉപയോഗിച്ച് പറയാം. ഐ ട്രൈ ടു വോൺ ഹിം ബട്ട് ഹി വുഡിൻറ്റ് ലിസൺ ടു മീ. ഞാൻ അവനെ പല തവണ വോൺ ചെയ്തു അത് ചെയ്യരുതെന്ന്. എന്നിട്ടും ഞാൻ പറഞ്ഞത് ശ്രദ്ധിക്കാതെ അവനത് ചെയ്തു. ബട്ട് ഹി വുഡിൻറ്റ് ലിസൺ ടു മീ. ഐ ട്രൈ ടു വോൺ ഹിം ബട്ട് ഹി വുഡിൻറ്റ് ലിസൺ ടു മീ. ഐ ട്രൈ ടു വോൺ ഹിം ബട്ട് ഹി വുഡിൻറ്റ് ലിസൺ ടു മീ. കാറ് സ്റ്റാർട്ടാവും എന്ന് വിചാരിച്ചാണ് കീ ഓൺ ചെയ്യുന്നത്, പക്ഷെ സ്റ്റാർട്ടാവുന്നില്ല. അപ്പോൾ ഇങ്ങനെ പറയാം, ദ കാർ വുഡിൻറ്റ് സ്റ്റാർട്ട്. ഇറ്റ് റിഫ്യൂസ്ഡ് ടു സ്റ്റാർട്ട് എന്ന് പറയുന്നതിന് പകരം നമുക്ക് ഇങ്ങനെയും പറയാം, ദ കാർ വുഡിൻറ്റ് സ്റ്റാർട്ട്. നമ്പർ 10, എക്സ്പെക്റ്റഡ് ഓർ ഗസ്. ഒരു കാര്യം നമ്മൾ ഇങ്ങനെ ആവാം എന്നൊരു അനുമാനിക്കുന്നിടത്ത് അല്ലെങ്കിൽ ഒരു പ്രതീക്ഷിക്കുന്നിടത്ത് വുഡ് ഉപയോഗിച്ച് പറയാം. വേർ ഈസ് ദിവ്യ? ഷീ വുഡ് ബി ഇൻ ദ റൂം. അവൾ ഈ സമയത്ത് റൂമിലാണ് എപ്പോഴും ഉണ്ടാവാറുള്ളത്. അങ്ങനെ ഇരിക്കെ നമ്മൾ പറയാറുണ്ട്, അവൾ ചിലപ്പോൾ റൂമിലുണ്ടാവാം. ഇങ്ങനെ ഒരു ഗസ് ചെയ്യുന്ന സമയത്ത് വുഡ് ബി ഉപയോഗിക്കാം. അവൻ ക്ലാസ്സിൽ ഇരിക്കുന്നുണ്ടാവാം. ഇങ്ങനെ പറയുമ്പോൾ ഹി വുഡ് ബി ഇൻ ദ ക്ലാസ് എന്ന് പറയാം. ഹി വുഡ് ബി ഇൻ ദ ക്ലാസ്. അവൻ ചിലപ്പോൾ ക്ലാസ്സിലുണ്ടാവാം. ഒരു ഫോൺ കോൾ കുറേ നേരം റിങ് ചെയ്ത് പെട്ടെന്ന് കട്ടാവുകയാണ് എന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മൾ പറയാറുണ്ടല്ലേ, ഇത് ചിലപ്പോൾ നിൻ്റെ അമ്മയാവാം, അല്ലെങ്കിൽ ഇത് ചിലപ്പോൾ നിൻ്റെ അച്ഛനാവാം. കാരണം ഈ ഒരു കോൾ ഈ ഒരു സമയത്ത് വരുന്നത് ചിലപ്പോൾ അമ്മയുടെയോ അച്ഛൻ്റെയോ ആണെങ്കിൽ അങ്ങനെ പറയാറുണ്ട്. അപ്പോൾ വുഡ് ഉപയോഗിച്ച് എങ്ങനെ പറയാം? ഇറ്റ് വുഡ് ബി യുവർ ഫാദേഴ്സ് കോൾ. ഇത് ചിലപ്പോൾ നിൻ്റെ അച്ഛൻ്റെ കോളാവാം. അപ്പോൾ ഈ ഒരു വീഡിയോ പാർട്ട് 1 നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. യൂസ്ഫുള്ളായെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യുക. എൻ്റെ വീഡിയോസിനെ കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ആൻഡ് പ്ലീസ് സബ്സ്ക്രൈബ് ഇംഗ്ലീഷ് വിത്ത് ജോ യൂട്യൂബ് ചാനൽ. താങ്ക് യു.